ഒരു കോൺഗ്രസിൽ ഒരു പ്രശ്നം ഇല്ലെന്ന് പറയുമ്പോൾ ഒരു പ്രശ്നത്തിലൂടെയാണല്ലോ ഇവിടെ LDF-ന്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വം കിട്ടാത്ത ഒരാൾ LDF-ലേക്ക് പോയി. അദ്ദേഹത്തെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിച്ചിട്ട് പോലും അതിനുശേഷം ചില കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് വിട്ടുപോകുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി, പിരായിരിയിൽ അടക്കം. അപ്പൊ എന്റെ സംശയം അതല്ല, ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് വിഭാഗീയത നമ്മൾ പല കാലത്ത് കണ്ടതാണ്, എത്രയോ കഴിഞ്ഞൊരു വർഷങ്ങളായി പല തരത്തിൽ ആ വിഭാഗീയത കണ്ടതാണ്. അപ്പൊ ഇപ്പോ ഇത് പ്രതിപക്ഷ നേതാവിനെ കൊടുക്കാൻ പറ്റിയ ഒരു അവസരമാണ് കോൺഗ്രസിൽ എന്ന് കോൺഗ്രസിനകത്ത് ആരെങ്കിലും വിചാരിച്ചു പോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും. ഞങ്ങൾ 50 കൊല്ലത്തിനിടയിൽ ഇല്ലാത്ത ഐക്യമാണ് കോൺഗ്രസ്. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ടീമായിട്ട് വർക്ക് ചെയ്യണം. എന്നെക്കുറിച്ച് പരാതി സാധാരണ ഞാൻ ഭയങ്കര എന്നെക്കുറിച്ച് സാധാരണ ഞാൻ ദേഷ്യക്കാരനായിട്ട് ദേഷ്യപ്പെടും. സംഘടനാപരമായ കാർക്കശ്യമുള്ള ആളാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ. എനിക്കൊരാളോട് ദേഷ്യപ്പെടുന്ന ഒരു അവസരം പോലും ഒരാളും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ. കാരണം എല്ലാവരും ഏറ്റെടുക്കുന്ന അസൈൻമെൻറ്റ്സ് അതിമനോഹരമായിട്ടാണ് ചെയ്യുന്നത്. ഇത് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും പാലക്കാട്. ഞങ്ങൾ പാലക്കാടിനെ കുറിച്ചാണ് ചോദിച്ചത്. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. അത് അവർക്കുള്ളതാണ് ക്രെഡിറ്റ്. ഞാൻ നിന്നേയുള്ളൂ, സത്യത്തിൽ വെറുതെ നിന്നേയുള്ളൂ. ഞാൻ സത്യം പറയാം. ഞാനത് എന്താണ് വിനയം കൂടിയിട്ട് സാധാരണ പറയല്ലേ, എനിക്ക് അങ്ങനെ അത്ര വിനയം കൂടുതലുള്ള ആളല്ല ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാനത് പറഞ്ഞ് അത് അവർക്കുള്ളതാണ്. പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും രാഷ്ട്രീയമല്ലേ, അതിൻ്റെ ഏക ഉത്തരവാദി VD സതീശനായിരിക്കും. എനിക്ക് മാത്രമായിരിക്കും. കാരണം അവരാരുമല്ല, എനിക്ക് ഉത്തരവാദിത്വമുണ്ട് പൂർണ്ണമായ. ഞാൻ UDF ചെയർമാനും പ്രതിപക്ഷ നേതാവുമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഞാൻ പറഞ്ഞതാണ് അവരെല്ലാം നടപ്പാക്കിയത്. ഞങ്ങളെല്ലാം കൂടി കൂടിയാലോചിച്ച് ചെയ്തതാണ്. എന്നാലും അവരത് കൂടുതൽ എന്നിലൊരു വിശ്വാസം അവരെ അർപ്പിച്ചിരുന്നു. അതാണ്, എന്നിലൊരു വിശ്വാസം അർപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലുമൊക്കെ ഞങ്ങൾ ചെയ്ത ടീം വർക്ക്, ചേലക്കര ചെയ്തതിൻ്റെ ഒരു ആത്മവിശ്വാസം, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചെയ്തൊരു വർക്ക്, ഞങ്ങൾ നടത്തിയ പരിപാടികൾ, ഒരു വിശ്വാസം അർപ്പിച്ചിരുന്നു സഹപ്രവർത്തകർ. അപ്പോൾ അത് അർപ്പിച്ചിട്ടും അതിനെന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ ഞാനല്ലാതെ വേറെ ആരാ ഉത്തരവാദിത്വം? വേറെ ആരും ആയിരിക്കില്ല, ഞാൻ മാത്രമേ.